രാവിലെ ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്ക് അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ആ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്തിനാണ് എന്ന് പറയണമെന്നാണ്. നമുക്കറിയാം, ആ വീട്ടിലെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഋഷിയും അർജുനും. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഋഷിയും അർജുനും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരുവിളികളുമായാണ് ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ അർജുനാണ് വന്ന് നിന്നത്. അർജുൻ പറഞ്ഞത്, ഞാനിവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഋഷിക്കാണ്. ഒരു ഗോൾഡൻ സ്പൂണും ഒരു നിപ്പിൾ ബോട്ടിലുമാണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പലരും നിപ്പിൾ പോലെ അവനെ ഓതി കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫീഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ സ്പൂണും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗോൾഡൻ സ്പൂണും നിപ്പിൾ ബോട്ടിലും നൽകിക്കൊണ്ട് ഞാൻ ഋഷിക്ക് സമ്മാനമായി നൽകുന്നു. എല്ലാവരും നന്നായിട്ട് ഫീഡ് ചെയ്തോട്ടെ എന്നാണ് അർജുൻ അവിടെ പറഞ്ഞത്. അർജുൻ അത് പറഞ്ഞു പോയി കഴിഞ്ഞ വഴിക്ക് സിബിൻ ഋഷിയുടെ അടുത്ത് പറയുന്നുണ്ട്, തിരിച്ച് നീ കൊടുത്തോളോ എന്ന് പറയുന്നുണ്ട് ഋഷിയുടെ അടുത്ത്. അത് കഴിഞ്ഞ് ഋഷി വന്നു നിന്ന സമയത്ത് അർജുനെ നൽകിയത് ഒരു മേക്കപ്പ് റിമൂവറാണ്. അർജുൻ പല മേക്കപ്പുകൾ ഇട്ടിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മേക്കപ്പുകളും തുടച്ചു കളഞ്ഞിട്ട് അർജുനായിട്ട് ഇവിടെ നിൽക്കാൻ സാധിക്കട്ടെ. കുറേ മേക്കപ്പുകളായി തുടക്കം മുതൽ ഇവിടം വരെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നീക്കാനായിട്ട് മേക്കപ്പ് റിമൂവറിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ മേക്കപ്പ് റിമൂവർ അർജുന് കൊടുക്കുന്നു എന്നാണ് ഋഷി പറഞ്ഞത്. എന്തായാലും അർജുനും ഋഷിയും തമ്മിൽ ഇപ്പോൾ ഏകദേശം അടിച്ചു പിരിഞ്ഞ ഒരവസ്ഥ തന്നെയാണ്. തുടക്കത്തിൽ ഫ്രണ്ട്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഋഷിക്കും അർജുനും ആ ഒരു ബന്ധം ഇപ്പോൾ നിലനിർത്താനായിട്ട് കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഋഷിക്ക് മറ്റുള്ളവർ എന്ത് ഫീഡ് ചെയ്ത് കൊടുക്കുന്നോ അതാണ് ഋഷി അവിടെ ചെയ്തു കൂട്ടുന്നത്. എന്തിനാണ് പറയുന്നത്, ഇവിടെ വന്ന് അർജുൻ വന്ന് പറഞ്ഞപ്പോൾ പോലും സിബിൻ അവിടെ പറഞ്ഞത് തിരിച്ചു കൊടുത്തേക്കണേ നീ എന്ന് പറഞ്ഞപ്പോൾ ഋഷി അതുപോലെ വന്ന് തിരിച്ചു വന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ ആരെന്ത് ഫീഡ് ചെയ്താലും അത് കറക്റ്റായിട്ട് അവിടെ എത്തുന്നത് ഋഷിയിലേക്കാണ്. ഋഷി എന്ന ഗെയിമർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. മറ്റുള്ളവർ എന്തൊക്കെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാവയായിട്ട് മാത്രമാണ് ഋഷിയെ നമുക്ക് പലപ്പോഴും അതിനുള്ളിൽ കാണാനായിട്ട് സാധിക്കുന്നത്.